ഹലോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച ആദ്യത്തെ ബർത്ത്ഡേക്ക് ശേഷം പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. സ്വാഗതം ആശംസകൾ ഒന്നും പറയാൻ കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മലയാളം ഒന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. ഇല്ല, അത്യാവശ്യം അറിയാം. അപ്പൊ നമ്മൾക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പുറത്താണല്ലേ. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മള് ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഏട്ടനും പറയണ്ട, നീ എന്ത് വ്ളോഗ് ചെയ്യുന്നില്ലേ? ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് യൂട്യൂബ് ഒന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, കുറച്ച് ബാക്കിലോട്ടായി. അപ്പോൾ ഏട്ടൻ പറയാം ഇന്ന് സൺഡേ എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യാം, എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, അപ്പോൾ നമുക്കൊരു കണ്ടന്റ് ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്നൊരു കണ്ടന്റ് കിട്ടിയില്ല. അപ്പോൾ ഏട്ടൻ പറയായിരുന്നു നമ്മൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച്. ഏട്ടാ ഡിന്നർ പുറത്തുനിന്നാണോ മനുഷ്യ? അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ചെക്കന്മാർ എന്തൊക്കെയാണ് ഗായ്സ്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. സോ yeah. ഒരു ഒണിയൻ ദോശ, ഒരു പ്ലേറ്റ് ഇഡ്ഡലി, ഒരു വട കൊടുത്തിരുന്നു, ദോശ, ചട്നി ചട്നി നേരെ പോയി. എൻ്റെ ലിപ്സ്റ്റിക്ക് പോയാ ചട്നി ചട്നി. ഹായ് മിനു. ഗായ്സ്, അമ്മ കണ്ടോ ഗായ്സ്? ഭക്ഷണം കഴിച്ച് ലിപ്സ്റ്റിക് പോകുന്നുണ്ട്. ലിപ്സ്റ്റിക് അല്ലേ? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് എടുക്കണം. കാരണം ഏത് സമയത്താണ് എപ്പോഴാണ് വീഡിയോ എടുക്കണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാം സെറ്റ് ആയിട്ടിരിക്കണം. നമ്മളേതാ അപ്പൊ നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്തു ECR ബോട്ടിങ്ങിന് പോവാന്നല്ലേ. പക്ഷെ നല്ല വെയിലുണ്ട് ഗൈസ്, തലവേദന വരുന്ന പേടി. ശരി, എന്തായാലും പോയി നോക്കാം അല്ലേ. ആദ്യം മിന്നു, എന്താ അഭിപ്രായം? മിന്നു, എന്താ വെയിലല്ലേ? കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു അല്ലേ? ഇപ്പൊ നോക്ക്, സഹിക്കാൻ പറ്റാത്ത വെയിലായി മാറി. മിനിയാന്ന് വരെ നല്ല മഴയായിരുന്നു, ഇന്നലെ മുതൽ ഭയങ്കര വെയില്. അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് ജസ്റ്റ് 1 month ആവുന്നതേ ഉള്ളൂ. നമുക്ക് 5K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5K ഫോളോവേഴ്സ് ആയതുകൊണ്ട് ആദ്യയുടെ ഒരു പാട്ടുണ്ട് ഇന്ന്. അപ്പോൾ എല്ലാവരും കാതോർത്ത് കാത്തിരിക്കുക. പാടെ ശരി.
എൻമുഖമാ യാ ഉന്മുഖമാ മുഖമാ ഇതേ ഇവിടെയാണ് ബോട്ട് ഹൗസ്. അപ്പൊ നമ്മള് ആ വഴിയാണ് പോകേണ്ടത്. അപ്പൊ സുരേട്ട എങ്ങനെയാ പോകുന്നത്? അതെയോ, ശരി. അപ്പൊ നമ്മളൊന്ന് പോയി തിരിഞ്ഞിട്ട് ഇങ്ങനെ വരാം അല്ലേ. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ലേക്ക്. അയ്യോ കാണുന്നില്ല നേരെ. ഇത് ബീച്ചാണോ? ബീച്ച്. അതെ. അങ്ങനെ നമ്മൾ എത്തിട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അല്ലേ. ഇവിടെയാണോ പാർക്ക് ചെയ്യേണ്ടത്? ഇവിടെയാണോ? ആദ്യം കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാം, എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകാമല്ലോ അല്ലേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ പോയാലും ഇതാണല്ലോ, ഫോട്ടോയും റീൽസും നിർബന്ധമാണല്ലോ അല്ലേ. ദേ ഒരാളെ കാണുന്നുണ്ടോ? മങ്കിക്കുട്ടനെ. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ അങ്ങനെ ബോട്ടിലേക്ക് പോകാമെന്ന്. സോ നമുക്ക് 8 സീറ്ററുള്ള മോട്ടർ ബോട്ട് കിട്ടി അല്ലേ. ഹായ്. പേടിയുണ്ടോ പിന്നെ? അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞല്ലേ. ശരിയായിട്ട് ടയർഡ് അവിടെ ഇരിക്കണത്. കടപ്പായിരിക്കാം. ടൈം ആയിട്ടാ 11:15 ചായ കുടിക്കാം, സ്നാക്സ് കഴിക്കാം, പിന്നെ നേരെ കറങ്ങി ലഞ്ച് ടൈം ആവും. പിന്നെ ബിരിയാണി തട്ടാം. കേരള ഹോട്ടലിലാണ് കേട്ടോ ലഞ്ച്. വാട്ട് ഡിസ്കഷൻ ഗൈസ്? ഇത് അഭിനയമല്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കും അഭിനയമാണ്. ഞങ്ങളിവിടെ ഡിസ്കഷൻ നടത്തുന്നു. ബിരിയാണിയാണോ ഇന്ന് സൺഡേ പിന്നെ എന്തായാലും ബിരിയാണി തന്നെയാണല്ലോ. ചെറുതായിട്ട് പിന്നെ മീൽസ് കഴിച്ചാലേ സമാധാനമുള്ളൂ. എനിക്ക് കാണിച്ചാലും പിള്ളേരെ കാണിച്ചാലും ശരി നോക്കാം. ബിരിയാണി പാർസൽ വാങ്ങിച്ചിട്ട് അയ്യോ എനിക്ക് വയ്യ വീട്ടിൽ പറ്റി അതൊക്കെ ഒന്ന് സെർവ് ചെയ്യാൻ. അത് അതിലേറെ മെനക്കെട്ട പരിപാടിയാണ്.
ഹായ് മിനു ഹായ്. അറിയണ്ടല്ലേ. ഹായ്. തലയില് നൈസ് നൈസ്. അയ്യോ നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയില്. സൈഡിൽ നിൽക്കും, അച്ഛൻ വരട്ടെ. അങ്ങനെ കറക്കമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 1 മണിയാവാനായിട്ട് പിന്നെ നമ്മൾ നേരെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വരുന്നതാണ്. നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി വേറെ ലെവലായിരിക്കും കേട്ടോ. കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴംപൊരിയും കാര്യങ്ങളും നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോൾ പോയാലും പാഴ്സലും കൂടെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഈ മുട്ടയുടെ പൊരിച്ചത്. പഴംപൊരി ഉണ്ട്, ഇത് പഴം നിറച്ചത്, ഇത് പഴംപൊരി. ഏതാ വേണ്ടി കുട്ടികളെ? ഏതാ വേണ്ട? ഈ മസാല മുട്ട ഒന്ന് വാങ്ങിക്കാമല്ലോ. മുട്ട ബജ്ജി. ഒരു 2 എണ്ണം ഓർഡർ ചെയ്യാം. തുടച്ച് കഴിഞ്ഞാൽ മതി. ക്ലീൻ. ഇല പൊളിഞ്ഞു പോകില്ലേ? സുരേട്ടൻ്റെ ചായ എത്തി. മുട്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, മുട്ട. സുരേട്ടൻ്റെ സുഖിയൻ. പഴംപൊരി കളറ് കമ്മിയാണല്ലോ. ആ ഒരു യെല്ലോ കളർ ഇല്ല അല്ലേ, കുറവാണ്. ഒന്നുമില്ലല്ലോ, ഒരെണ്ണം കൂടെ പറയേണ്ടി വരും. അത് നമുക്ക് പാഴ്സൽ വാങ്ങിച്ചാലോ? ഈവനിങ് ചായയുടെ അവിടെ കടി, ചായക്കടിയൊക്കെ ഒരു 3 എണ്ണം പാഴ്സൽ ചെയ്യാം. നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു പീസാണല്ലേ. മുട്ടയില്ല, മുട്ട ഉണ്ടാവില്ലേ? നമുക്ക് റൈത്ത വെച്ചിട്ട് എടുക്കാം. ക്രീമി റൈറ്റാണല്ലോ ഇത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. ബീട്രൂട്ട് വിനീഗറിലിട്ടതാണ്. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് വിനീഗറിലിട്ടാണല്ലേ. റൈത്ത നല്ല ക്രീമിയാണ്. ഒരു മിനിറ്റ് ചിക്കൻ നോക്കട്ടെ. ചിക്കൻ ഇടട്ടെ. തോം അടിപൊളി. കേട്ടോ കഴിച്ചു നോക്കൂ. അയ്യോ ഉരുളക്കിഴങ്ങുണ്ട്. എനിക്ക് വേണ്ട ഭയങ്കര എരിവ്, മുളകിൻ്റെ മണം. ഈ സംഭവം സൂപ്പറായിട്ട് കേട്ടോ. ഇത് 3 ഇത് വിനീഗറിൽ തന്നെയാണ്. പാട്ടല്ല ഇവിടെ. ചേട്ടൻ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ ആളായിരുന്നു. ഞാൻ കഴിക്കുന്നുണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ടപ്പോൾ ഒരാളും എന്നിട്ട് എൻ്റെ ഇടയിൽ നിന്ന് വാരി എടുത്ത് കഴിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കരുപ്പട്ടി കാപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. സോ അറിയില്ല മോളെ, ചോദിക്കായിരുന്നു. അക്ക കരിപ്പട്ടി കാപ്പി എടുക്കാം. പഴംപൊരി, ഉള്ളിവട.
కొంచెం బ్యాక్ పొడి పోండి മിന്നോട് ഗൈസ് വേണം പറഞ്ഞേ നമ്മളങ്ങനെ കരിപ്പട്ടി കാപ്പി കുടിക്കാറില്ല കേട്ടോ. നോർമൽ ടീയാണ് പുറത്തിറങ്ങി കുടിക്കാറുള്ളത്. ഇതിങ്ങനെ ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്, പുറത്തുനിന്ന് അങ്ങനെ കുടിക്കാറില്ല. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. വേണ്ടേ ഒരാൾ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പോയതാണ് കേട്ടെ. കുടിക്കടി മാവേ മിന്നുവിന് കരിപ്പട്ടി കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് വന്നാണ് കേട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയാറില്ല കാപ്പി വേണമെന്നൊന്നും. എന്ത് പറ്റി? ഓ ഇവിടെ ഫ്രണ്ട് എപ്പോഴും കരിപ്പട്ടി കാപ്പി കുടിക്കും പോലും. അപ്പോൾ അത് കണ്ടിട്ട് ഇവർക്ക് വേണത്രേ. പക്ഷേ വീട്ടിൽ കരിപ്പട്ടി ഉണ്ട് കേട്ടോ, ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കും. പക്ഷെ അതിന് വേറെ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതുപോലെയല്ല, അമ്മ ഉണ്ടാക്കുന്ന ഒരു ഏലക്കയുടെ മണം വരാറുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ കറക്കം കഴിഞ്ഞു ഗൈസ്. വീടെത്തി. ഇതേ ബൊലീനിരി ഹിൽ സൈഡ് ഫേസ് കാണുന്നുണ്ടോ? അങ്ങനെ വീടെത്തിട്ടോ. ആ സൈഡാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഇതിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ അപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്യാനാണ് താഴെ. വരൂ ആദി, മൊത്തം ടയേർഡായിട്ട് ഉള്ളത്. എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്? നീ പ്രേതം പോലെ ഉണ്ടടി കാണുമ്പോൾ. അങ്ങനെ വീടെത്തി ഗൈസ്. എല്ലാവരും ടയേർഡായി. ദൂരമായിട്ട് എങ്ങനെ നിൽക്കുന്നത്? വാതിലടിക്കാനാണോ? ഓ, വാതിലടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണോ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സൺഡേ വ്ളോഗിലെ. കുട്ടികളവിടെ പോയി, അവർക്ക് മതിയായി, ടയേർഡായി പോലും. നമ്മൾ പായസം കുടിച്ചു, കരിപ്പട്ടി കാപ്പിയൊക്കെ കുടിച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയർഡായില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീട്ടിൽ കാണുമായിരിക്കും. ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും ബൈ. പാട്ടുണ്ടോ? എന്താ പാട്ടാണ് വേണ്ടത്? ഒന്നും വേണ്ട. ജാലക്കാരി എപ്പോൾ നോക്കിയാലും ജാലക്കാരിയാണ്. ഞാൻ പാട് ജാലക്കാരി. സാരി ഒന്ന് മാറ്റട്ടെ. മായ ജാലക്കാരി നീ എന്നുള്ളം കുത്തി ഗാന്ധ കണ്ണാൽ നോക്കി മതി ഗൈസ്. ബൈ പീസ്. ഓക്കെ ബൈ. ഇനി പോയി സുഖമായി കിടന്ന് ഉറങ്ങട്ടെ. ശരിക്കും പറഞ്ഞാൽ ടയർഡായിട്ടോ. നല്ല വെയിലായിരുന്നു ഇന്ന്. പോയിട്ട് കിടന്നുറങ്ങട്ടെ. ബൈ.